ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളൊരു അപ്സൈക്ലിംഗ് വീഡിയോ ആണ് കേട്ടോ ചെയ്യുന്നത്. ഈ ഒരു ഷർട്ടിൽ ഇതൊരു പഴയ ഷർട്ടാണ്. ആ ഷർട്ട് വെച്ചിട്ട് നമ്മളിപ്പോൾ ഈ റെഫറൻസിൽ കാണിച്ചിരിക്കുന്നത് പോലെ ഒരു ബാഗ് ഉണ്ടാക്കാൻ ട്രൈ ചെയ്യുവാണ്. നമുക്ക് ഏകദേശം ഇതുപോലെ തന്നെ വരുന്ന രീതിയിൽ കിട്ടുമെന്നാണ് എൻ്റെ ഒരു കോൺഫിഡൻസ്. നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ നമ്മൾ പോക്കറ്റ് റിമൂവ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആ ബാഗിൻ്റെ ഷേപ്പിലൊന്ന് ബേസായിട്ടുള്ള ആ ഒരു മെറ്റീരിയൽ ഒന്ന് വരച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ മേലത്തേക്ക് വരുന്ന സൈഡ് കണ്ടോ, ഞാൻ ജസ്റ്റ് ഒന്ന് കേർവ് ചെയ്തിട്ടുണ്ട്. അതായത് മേലത്തേക്ക് വരുമ്പോൾ താഴെ കുറച്ച് വീതിയിലും മേലത്തേക്ക് കണ്ടോ കുറച്ച് വീതി കുറഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ആ രീതിയിൽ തന്നെ വരുന്ന രീതിയിൽ ഒന്ന് കട്ട് ചെയ്തിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കുറച്ചും കൂടി ചെറുതായിട്ടുണ്ടായിരുന്നെങ്കിൽ എനിക്ക് തോന്നിയാണ് ഞാനത് വലിയ സൈസായി പോയി, കുറച്ചും കൂടി ഒന്ന് ചെറുതാക്കാമായിരുന്നു എന്ന് എനിക്ക് പിന്നീട് തോന്നിയായിരുന്നു. പിന്നെ നമ്മൾ അതിലേക്ക് വേണ്ട ഫ്രിൽസും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ ബാക്കി ബാലൻസ് വരുന്ന മെറ്റീരിയൽസ് കൊണ്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ സ്ലീവിൻ്റെ പോർഷനാണ്. സ്ലീവ് ഇപ്പോൾ കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഇത്രയും വലിയൊരു ക്ലോത്ത് ആയിട്ടോ അത്. അപ്പോൾ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അതിൽ ആ ഒരു ബാഗിൻ്റെ പാറ്റേൺ എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ കയ്യിൽ ഇടുന്ന ആ ഒരു സംഭവമില്ലേ, അതും പിന്നെ ആ ബാഗിൻ്റെ സൈഡിൽ വരുന്ന പോർഷനും ഒക്കെ ഒരൊറ്റ പീസ് വെച്ചിട്ട് ഇങ്ങനെ റൗണ്ടിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ മാക്സിമം എനിക്ക് അതിൽ നിന്ന് കിട്ടുന്ന രീതിയിൽ ഏറ്റവും വലിയ ടൈപ്പിൽ കിട്ടുന്ന രീതിയിൽ ഇത് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മെറ്റീരിയൽ. അപ്പം ഞാൻ ഇപ്പോൾ ഇത്രയും വലിയ രീതിയിൽ അത് മാർക്ക് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ കുറച്ച് കട്ടി വേണ്ടേ സൈഡിലേക്കൊക്കെ കൊടുക്കുന്ന പീസ്. അപ്പോൾ അത് രണ്ടായിട്ട് ഈ ഒരു ക്ലോത്ത് മടക്കിയിട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ സൈഡിൽ നിന്നൊക്കെ കിട്ടുന്ന കുറേ ക്ലോത്തുകളൊക്കെ ഞാനൊരു 1.5 ഇഞ്ച് അല്ലെങ്കിൽ മാക്സിമം 2 ഇഞ്ച് വിഡ്ത്തിൽ കട്ട് ചെയ്തിട്ടുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ നമുക്ക് ആ ബാഗിൻ്റെ ഓൾ ഓവർ നമുക്ക് ഫ്രിൽസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എല്ലാതും ഒന്ന് ഇങ്ങനെ വെട്ടി വെച്ചിട്ടുണ്ടായിരുന്ന എല്ലാം ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുകയാണ് കേട്ടോ. ഒന്ന് ജസ്റ്റ് ഒരു തുമ്പൊന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതുപോലെ ഫ്രിൽസ് ആക്കിയിട്ട് ഞാൻ ബാഗിൻ്റെ താഴത്തെ പോർഷനില്ലേ അവിടെയാണ് ഫ്രിൽസ് ഫസ്റ്റായിട്ട് ഫിക്സ് ചെയ്തത് കേട്ടോ. ഇതുപോലെ ഫിക്സ് ചെയ്ത് വെച്ചു. പിന്നെ നമുക്ക് ഷർട്ടിൻ്റെ ആ ഒരു കോളർ പോർഷനില്ലേ, ആ ഒരു കോളറാണ് നമ്മളെവിടെ താഴെ കൊടുക്കുന്നത്. അപ്പോൾ താഴെയല്ലേ നമുക്ക് ഏറ്റവും കുറച്ച് കട്ടിയുള്ള മെറ്റീരിയൽ വേണ്ടത്. അപ്പോൾ ഷർട്ടിൻ്റെ കോളർ ഞാൻ താഴെ കൊടുത്തിട്ട് അടിച്ചെടുത്തു. അതേപോലെ തന്നെ സൈഡിലും ഞാൻ ഒരു മെറ്റീരിയൽ കൊടുത്തിട്ട് അടിച്ചെടുക്കുകയാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഈ അടിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് അതിൻ്റെ ഏറ്റവും ഫ്രണ്ട് പോർഷൻ ഇല്ലേ, ആ ബാഗിൻ്റെ ഫ്രണ്ട് പോർഷൻ, അതിൻ്റെ മുകളിൽ ജസ്റ്റ് ഒന്ന് ഫോൾഡ് ചെയ്ത് അടിച്ചെടുക്കണം. അപ്പോൾ ആ ഷർട്ടിൻ്റെ ആ ഒരു പോയിൻ്റ് വരുന്നിടത്ത് എൻ്റെ നോർമൽ മെഷീനാണ്. അപ്പോൾ നമുക്ക് അതിലൂടെ കയറുന്നില്ല. അപ്പം ഞാൻ മെല്ലെ തിരിച്ച് മെല്ലെയാണ് കേട്ടോ ആ ഒരു പോർഷൻ അടിച്ചെടുക്കുന്നത്. ഈ നോർമൽ മെഷീനായ ഇങ്ങനെയൊക്കെ കുറേ ബുദ്ധിമുട്ടുണ്ട്. നമുക്ക് എല്ലാം അങ്ങ് ഷടപടേന്ന് വിചാരിച്ചിട്ട് അടിച്ചെടുക്കാൻ പറ്റില്ല. കുറച്ചൊക്കെ വെയിറ്റ് ചെയ്ത് ക്ഷമയോടെ വേണം ആ പോർഷനൊക്കെ നമ്മൾ അടിച്ചെടുക്കാനും. അപ്പോൾ അങ്ങനെ ഞാൻ അവിടെ അടിച്ചെടുത്തു. ഫ്രണ്ട് പോർഷൻ ഏകദേശം ഫുള്ള് കംപ്ലീറ്റ് ആയി കണ്ടോ. ഞാൻ സൈഡ് ഫ്രിൽസ് വെച്ചു, എല്ലാം സെറ്റ് ചെയ്തു. ഇനി നമുക്ക് ബാക്കിലേക്കുള്ള ആ ഒരു മെറ്റീരിയലും കൂടിയും അതിൻ്റെ കൂടെ ഒന്ന് അടിച്ചെടുത്താൽ മതി. അങ്ങനെ അതും കൂടി ചെയ്തെടുത്തിട്ടുണ്ട്. സൈഡും കൂടെ ഒന്ന് ക്ലോസ് ചെയ്തെടുക്കുകയാണ്. നമ്മളിതിൽ ഫസ്റ്റ് നമ്മൾ ഈ സൈഡൊക്കെ ചെയ്യുന്നതിന് മുമ്പ് ഫ്രിൽസ് എല്ലാം സെറ്റ് ചെയ്തില്ലേ എന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ അഴിച്ചിട്ട് ചെയ്യേണ്ടി വരും. 2ാം പണിയാണ്. അപ്പോൾ എല്ലാം ചെയ്യുമ്പോൾ ഒന്ന് നോക്കിയിട്ട് ചെയ്യണം. അപ്പോൾ ചെയ്തതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്നൊന്ന് പറയണേ. പിന്നെ ഇപ്പം ഞാൻ ഈ ചെയ്യുന്നത് എന്താ അറിയോ, നമ്മളെല്ലാം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഒരു പതിച്ചടി, ഒരു പ്രസ്സടി എന്നാണ് പറയാം, അങ്ങനത്തെ ഒരു സ്റ്റിച്ചിങ് കൊടുക്കണം കേട്ടോ. അതാകുമ്പോൾ ഒന്നും കൂടിയും നമുക്ക് നീറ്റായിട്ട് കിട്ടും. നമ്മൾ ആ വിചാരിച്ച പോലെ അത് നിൽക്കും. ഇതിപ്പോൾ ഫ്രിൽസൊക്കെ കഴിയുമ്പോൾ ചിലപ്പോൾ ഒന്ന് സൈഡിലേക്കും അങ്ങോട്ടേക്ക് നിൽക്കാൻ വഴിയുണ്ട്. അപ്പോൾ അതിന് പകരം നമ്മൾ ഇതുപോലെ ഓൾ ഓവർ ഒരു പ്രസ്സടി അടിക്കുകയാണെങ്കിൽ ഒന്നും കൂടി സെറ്റായിരിക്കും. ഇതുണ്ടോ, ഞാൻ അതിൻ്റെ ഫൈനൽ ലുക്കാണ്. അപ്പോൾ ഇതിൽ ഒരു ജസ്റ്റ് ഞാൻ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആണല്ലോ മറ്റേ അതിനെന്താ പറയുക, റിബണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ചെയ്യുന്നത് ഒരു ക്യൂട്ടാണല്ലോ സംഭവം. അതാണോ ഇഷ്ടമായി, നോർമലാണോ ഇഷ്ടമായി എന്നൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇത് 2 കോളേജിലേക്കൊക്കെ കൊണ്ടുപോകാൻ പറ്റും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ ബാഗ്സൊക്കെ മാറ്റുന്നവരാണെങ്കിൽ ഇതൊക്കെ ഒരു ബെറ്റർ ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ, ലൈക്ക് അടിക്കണം. ടാറ്റാ, ഓക്കെ, ബൈ.